പറമ്പിലെത്തി നോക്കിയപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ വേണ്ട നല്ല ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരൂടെ പുല്ലൊക്കെ പറിക്കാനുണ്ട്. ഞാൻ രാവിലെ കുറേ പറിച്ച് കളഞ്ഞായിരുന്നു. നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഈ കാണുന്ന ഈ പുല്ലൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പറിച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന നമ്മുടെ ചുവന്നിഞ്ചിയാണ്. ചുവന്നിഞ്ചിയൊക്കെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് എൻ്റെ പോകുന്നത് നമ്മുടെ കച്ചോലത്തിൻ്റെ അടുത്തേക്കാണ്. കച്ചോലം നമ്മളിവിടെ ഇടയൊക്കെ കളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. നന്ദുക്കുട്ടൻ ഇവിടെ ഇലയൊക്കെ വാരിക്കളയുവാണ് കേട്ടോ. അമ്മ അടിച്ചു കൂട്ടി വെച്ച് കൊടുക്കും, അവൻ വാരിക്കളയും. അവൻ്റെ ഒരു നോട്ടം കണ്ടോ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഫിറ്റ്നസിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നന്ദുക്കുട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അവന് ചെമ്മലോട്ടത്തൊന്ന് മുടി വെട്ടാൻ വേണ്ടി ഇറക്കി വിട്ടണം. അപ്പോൾ ഞാൻ തേണ്ട നമ്മുടെ തെടനാട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോഴത്തെ മെയിൻ പ്രശ്നമാണ് നമ്മുടെ മുടിയുടെ ഒരു കോലം അങ്ങ് കെട്ടുപോകും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പുറകിലുള്ള നല്ലൊരു സീനറിയാണിത്. നല്ലൊരു ആറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിമ്മിൻ്റെ അകത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഞാൻ അത്യാവശ്യം നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്, തലയൊക്കെ നനഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദുക്കുട്ടൻ അവിടെ നഖം വെട്ടിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.